ഒരു രാജ്യത്തിന്റെ ഭാവി എവിടെയാണ് എത്തപ്പെടുന്നത്? പാർലമെന്റിലാണോ? അല്ല, ഒരു ക്ലാസ് മുറിയിലാണ്. പക്ഷെ ഇന്നൊരു ചോദ്യം ഉയരുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനം വിദ്യാർത്ഥികളെ വളർത്തുകയാണോ അതോ മാർക്കുകളുടെ യന്ത്രങ്ങളാക്കി മാറ്റുകയാണോ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ രാവിലെ മുതൽ രാത്രി വരെ പഠിക്കുന്നു. പക്ഷെ അവർക്കൊരു ഉറപ്പുമില്ല അവരുടെ കഠിനാധ്വാനത്തിന് നീതി ലഭിക്കുമോ എന്ന്. പരീക്ഷയില് 100 മാർക്ക് വാങ്ങുന്നവൻ മാത്രമല്ല ബുദ്ധിമാൻ. ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും തരണം ചെയ്യാൻ പറ്റുന്നവർ, ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിദ്യാർത്ഥി. ഒരു നല്ല വിദ്യാഭ്യാസ സംവിധാനം വിദ്യാർത്ഥികളെ ചോദ്യം ചോദിക്കാൻ ധൈര്യം നൽകും. പരാജയങ്ങളെ നേരിടാൻ, പരാജയത്തെ ഭയപ്പെടാതിരിക്കാൻ അവരെ പഠിപ്പിക്കും. ഒരു നല്ല മനുഷ്യനാകാൻ പഠിപ്പിക്കും. ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാത്രമല്ല, ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കും. വിദ്യാഭ്യാസം എന്നത് ജോലി നേടാനുള്ള വെറും ടിക്കറ്റുകളല്ല, അത് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ഒരു ചുവട്ടുപടിയാണ്. സോ ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത് തെറ്റല്ല, അത് ആ രാജ്യത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമമാണ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്നു പറയുന്നത് പണമോ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ അധികാരമോ അല്ല, റാങ്കുകളോ അല്ല. വിശ്വാസത്തോടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരെ സംരക്ഷിക്കൂ, അവരുടെ സ്വപ്നത്തെ സംരക്ഷിക്കൂ, അവർക്ക് നീതി നൽകൂ, അവർക്ക് വിശ്വാസത്തോടെ പഠിക്കാൻ അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കൂ. എങ്കിൽ ഇന്ത്യയുടെ ഭാവി ആരാലും തകർക്കാൻ കഴിയില്ല.